Welcome back to pre and post market analysis. മാർക്കറ്റ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഓക്കെ ആയിരുന്നോ? അതോ പ്രോഫിറ്റബിൾ ആയിരുന്നോ? അതോ ജസ്റ്റ് ലോസിലായിരുന്നോ? ജസ്റ്റ് ലൈക്ക് ബ്രേക്ക് ഈവൻ ആയിരുന്നോ? എന്തായിരുന്നു സിറ്റുവേഷൻ? കമന്റ് ബിലോ, റൈറ്റ്? സോ ബട്ട് എന്നാൽ ഇന്ന് നമുക്ക് ട്രേഡ് മാക്സ് അക്കാഡമിയിലെ കമ്മ്യൂണിറ്റിയിൽ കുറെ അധികം ആൾക്കാർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. അത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാനാണ്. അത് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഓപ്പൺ ആണ്, ടോട്ടലി ഓപ്പൺ ഗ്രൂപ്പ് ആണ്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണേലും സംസാരിക്കാം, എന്ത് വേണേലും നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. ജസ്റ്റ് റിലേറ്റഡ് ടു ട്രേഡ്സ്, ഫൈൻ. നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രേഡ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക്, ഇൻഫോസിസ് ആൻഡ് TCS നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ. ടാറ്റാ സ്റ്റീൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോസിസ് ഇന്ന് കുറെ അധികം ആൾക്കാർക്ക് ഇന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരുന്നു. അത് മാത്രമല്ല വേറൊരു മേജർ അപ്ഡേറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു നമുക്ക്, ലൈക്ക് വാട്ട് അബൌട്ട് പ്രീമിയം ഗ്രൂപ്പ് സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട്. ഇന്നലെ തന്നെ കുറെ അധികം വന്നു. മൈറ്റ് ബി ഇന്നലത്തെ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം നമുക്ക് പ്രീമിയം ഗ്രൂപ്പിൽ കുറെ അധികം സബ്സ്ക്രിപ്ഷന്റെ ഡേറ്റാസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെല്ലാം കൂടെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ നമ്മളത് ടോട്ടലി ഡയറക്ട്ലി ഓട്ടോമേറ്റഡ് ആക്കിയിട്ടുണ്ട്. വേറൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ആ ലിങ്കിൽ ഓൾറെഡി നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക്സിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. പ്രീമിയം മെമ്പർഷിപ്പിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് അവിടെ കാണാം. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 പേർക്ക് ഇന്ന് വൈകുന്നേരം നമുക്കൊരു 12 മണി വരെ ആ ഒരു കൂപ്പൺ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ബട്ട് എന്നാൽ ഇവിടെ ഇന്ന് 1000 റുപ്പീസ് ഇല്ല, ജസ്റ്റ് 750 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. നല്ല രീതിയിൽ ഒരുമിച്ചിരുന്ന് എല്ലാവരുമായിട്ട് ഇരുന്ന് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് പ്രീമിയം ഗ്രൂപ്പിലോട്ട്. വെയിറ്റ് ചെയ്യേണ്ട, ഓടിപ്പോയി ജോയിൻ ചെയ്തോളാം. സോ ഇത് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് വരുന്നില്ല. ജസ്റ്റ് ലൈക്ക് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കോഡ് കൊടുക്കുക, നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതാണ്. പേയ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് വിത്തിൻ 2 to 3 മിനിറ്റ്സ്, 2 to 5 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് ടെലഗ്രാം ID, അതായത് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വരുന്നുണ്ടായിരിക്കും. നേരെ അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എക്സാക്ട്ലി 1 മാസത്തേക്കുള്ള ആക്സസ് ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ജസ്റ്റ് ലൈക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നത് റാൻഡം ആയിട്ട് ഞാനത് കാണിച്ചു തരാം, റൈറ്റ്? സോ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. ഓൾമോസ്റ്റ് ലൈക്ക് 350 or 370 പ്ലസ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഇതില് ഡിഫറെന്റ് കുറെ അധികം ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുമായിരിക്കാം ഞാൻ ലൈക്ക് 400 500 ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സ് ഉള്ള ചാനലിലാണ്, ലൈക്ക് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. ബട്ട് എന്നാൽ ഇത് കാരണം ലാസ്റ്റ് ഒരു 1 month ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളുടെ യൂട്യൂബിൽ നിന്ന് എല്ലാവരും ജോയിൻ ചെയ്ത ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരൊരു ലൈക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് TMA കമ്മ്യൂണിറ്റി. ഇതിന്റെ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിൽ ഓടിപ്പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റഡ് പേയ്മെന്റ് ലിങ്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ഫൈൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ റീഡയറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. TMA പ്രീമിയം മെമ്പർഷിപ്പ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ഓഫർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 250 റുപ്പീസ്, 1000 റുപ്പീസ് ആണ് എൻട്രി ഫീസ്. അത് എല്ലാവർക്കും അറിയാം. മാസങ്ങളായിട്ട് നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് 1000 മാത്രമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന കോഴ്സും കാര്യങ്ങളും അത് മാത്രമല്ല, ലൈക്ക് നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം നമ്മളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? ജസ്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾക്ക് അത് റെഫറൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്കൊരു ലൈക്ക് അവൈലബിൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് നിങ്ങൾക്ക് നേരെ കാണുകയും നേരെ നിങ്ങൾക്ക് 750 റുപ്പീസോട്ട് കിട്ടും. ഇത് ഇന്ന് ലോഞ്ച് ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ ആ ഒരു ഓഫർ അവൈലബിൾ ആവുന്നതാണ്. നാളെ തൊട്ട് ഇത് കാണുകയില്ല. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. 750 റുപ്പീസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ഇത് ലൈക്ക് കോമൺസ് എല്ലാവരുടെയും വ്യൂസ് ഷെയർ ചെയ്യുകയാണ്. ചിലരുടെ P&Ls ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. TCS ടാർഗറ്റ് ഹിറ്റ് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ആയിരുന്നു, പൊസിഷൻ ആയിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നത്. somebody here I see about another view here, a lot more right? See ലോഡ് മോർ കുറെ അധികം കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ നമുക്ക് നമ്മളുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷനിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം.
ആൻഡ് ഓൾസോ വേറൊരു കാര്യം എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ 15th ബാച്ച് ഈ വരുന്ന 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൈൻഡ് 2 weeks കഴിഞ്ഞിട്ടായിരിക്കും കോർ സെഷൻസിലെ മെയിൻ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റിക്കവറി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 2-3 പേരെ റിക്കവറി ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അതിലെ ഒരാളുടെ റിക്കവറി ചലഞ്ച് ആണ് ഇവിടെ വിനീഷ്. ഇത് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡന്റ് ആണ് ചെയ്തിട്ടുള്ളത്. Then here, no, this one, Vinish, right? So almost like recovery challenge ആണ്. കുറെ അധികം ലോസസ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതായിരുന്നു. അത്യാവശ്യം ഇച്ചിരി മാസങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സോ ജസ്റ്റ് റിക്കവറി ചലഞ്ച് നമ്മുടെ ടീം ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുകയും അവർ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിയുകയും ഒരു ഹ്യൂജ് ലോസസ് ആയിരുന്നു ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ആ റിക്കവറി ചലഞ്ച് ഏറ്റെടുത്തേക്കുകയാണ് കറന്റ്ലി. സോ ലാസ്റ്റ് ഡേ ഐ തിങ്ക് ഞങ്ങൾ തമ്മിലൊരു സംസാരം വന്നു, ഐ മീൻ ലൈക്ക് ത്രൂ കോൾ, ആൻഡ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഫ്രം ലാസ്റ്റ് ഡേ ഇറ്റ്സ് ഗോയിങ് വെൽ, സൂപ്പർ. അത്യാവശ്യം നല്ല രീതിയിൽ റിക്കവറി ചലഞ്ച്. അത് കഴിഞ്ഞാലുടനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് കഴിഞ്ഞ ബാച്ചിലെ 15th ബാച്ചിലെ സ്റ്റുഡൻസിന് നമ്മൾ റിക്കവറി ചലഞ്ച് ചെയ്യാനായിട്ട് അവർ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കുറെ അധികം മാർക്കറ്റിൽ വരികയും മാർക്കറ്റിൽ വന്ന് ലൈക്ക് എയിം ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ലോസ് ചെയ്തിട്ട് എമൗണ്ട് ഉണ്ട് ഇല്ലേ, കുറെ അധികം ലോസസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ഒന്ന് റിക്കവർ ചെയ്താലോ, ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രൂപ്പായിട്ട് റിക്കവർ ചെയ്താലോ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. സോ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇച്ചിരിച്ചിരി ആൾക്കാർ, അതായത് ഫ്യൂ മൈറ്റ് ബി കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നു. ദെൻ ലേറ്റർ നമുക്കത് ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടനെ 16th ബാച്ചിലും നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ട് ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെ പ്രീമിയം കോഴ്സ് അല്ലെ എന്തൊക്കെ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിൽ എവിടുന്ന് തന്നെ നിങ്ങൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ട്രേഡ് എടുക്കുന്നതും ഇറങ്ങുന്നതും നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇൻഡിവിജ്വലി കാര്യങ്ങൾ ഇരിക്കുന്നത് അല്ലെ. അപ്പോഴത്തേക്ക് എന്താ പറ്റുക, നമ്മുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെയാണ്. സോ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റ് എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്ത് പോവുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ റിക്കവറി ചലഞ്ച്. ഇതും കേരളത്തിൽ തന്നെ ആരും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നത്. കുറെ അധികം കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ഇൻ കേരള കൊണ്ടുവരാൻ പറ്റിയതില്ല. നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും അത് മാത്രമല്ല നിങ്ങൾക്കത് ലൈക്ക് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ലെറ്റ്സ് സേ 110% റീഫണ്ട് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? 100% റീഫണ്ട് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? 50% റീഫണ്ട് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബട്ട് നമ്മൾ 110% റീഫണ്ട് ചെയ്യുന്നു, അതും വിത്തൗട്ട് എനി കോസ്റ്റിംഗ്. കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം എന്ന് പറയാനായിട്ട് കഴിയും. 110% ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നു നമുക്ക്. ദെൻ അബൌട്ട് നമ്മളുടെ ഫണ്ടഡ് അക്കൗണ്ട്സ്. കേരളത്തിൽ തന്നെ ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ്, മജോറിറ്റി ആൾക്കാരും ഫോറക്സിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഫണ്ടഡ് അക്കൗണ്ട്സ് ബേസ് ആണ്. കേരളത്തിൽ തന്നെ ആരും ഇന്ത്യ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ടഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് എന്നാൽ 16th ബാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 4 സ്റ്റുഡൻസിന്റെ 1 lakhന്റെ അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് എക്സ്ട്രാordinary ആയിട്ട് പെർഫോം ചെയ്യുന്ന നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് പ്രോപ്പർ എഗ്രിമെന്റ് 5 to 10 lakhsന്റെ ഫണ്ടഡ് അക്കൗണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അഗെയിൻ ഫസ്റ്റ് ടൈം ഇൻ കേരള. ആൻഡ് ഹിയർ കംസ് റിക്കവറി ചലഞ്ച്, ഫസ്റ്റ് ടൈം ഇൻ കേരള. തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഞാൻ കുറെ അധികം വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ഗോ ആൻഡ് ഇൻ അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ്. സോ ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു രീതിയിൽ ഓൾമോസ്റ്റ് പുഷ് ചെയ്ത്, ഇതൊരു ന്യൂട്രൽ ഡേ ആയിരുന്നു. നമുക്ക് വലിയ മാർക്കറ്റിലെ പ്രോഫിറ്റ്സ് ഒക്കെ ചിലവർക്ക് പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു 40,000 ബുക്ക് ചെയ്തിട്ടുണ്ട്, 90,000 ബുക്ക് ചെയ്തിട്ടുണ്ട്, ദെൻ ഫ്യൂ തൗസൻഡ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂട്രലിൽ വന്നിറങ്ങിയ പല ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്നാലും സ്റ്റിൽ മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റലിനെ സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരുന്നു ചാർട്ടിൽ പോയി നോക്കാം. അത് മാത്രമല്ല നാളെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. യെസ്, ഹിയർ ഇൻഫോസിസ് ആയിരുന്നു നമ്മളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീ എൻട്രി ചെയ്തായിരുന്നു ഇന്നലെ. അത് അത്യാവശ്യം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ നമുക്ക് അത്യാവശ്യം ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ TCS നമ്മൾ ഇതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചതായിരുന്നു. TCSും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് 50 മിനിറ്റ്സിലല്ല 1 hourലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു 1:3.47 എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു TCSൽ ഉണ്ടായിരുന്നത്. നമുക്ക് ലൈക്ക് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഓൾറെഡി നമ്മുടെ ഇൻട്രോസെഷൻ ഇച്ചിരി വലുതായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ. ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. ലൈവില് പറഞ്ഞ കുറെ കഥകളാണത്. എല്ലാവരും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത രാവിലെ 9 മണി മുതൽ 3:30 വരെ നമുക്ക് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ
ലെറ്റ്സ് സി നമ്മൾ ആക്ച്വലി ഈ ഒരു സെർട്ടൺ ലെവലിൽ നിന്ന് എടുത്തു. രണ്ടാമത്തെ എൻട്രി ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ എൻട്രി ഇവിടെ എടുത്തു. ഇത് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് എന്നാൽ നാളെ നമുക്ക് മാർക്കറ്റ് ചെറിയൊരു പുഷ് കാണും എന്നൊരു വിശ്വാസത്തിൽ നിൽക്കുന്നു. നമുക്ക് നോക്കാം. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വെച്ച് തന്നെ നോക്കാം. കൂടുതൽ ഹ്യൂജ് ടൈം ഫ്രെയിംസിലൂടെ പോകേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ഇറ്റ്. സെയിം ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലെ ഇത് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ചേഞ്ചസ് വരുത്തേണ്ട ഒരു കാര്യം വരുന്നില്ല. ഈ ഒരു വൈറ്റ് സോൺ കണ്ടോ, അതായത് 20,016 മുകളിലത്തേക്കാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, നമ്മൾ നാളെ ബെയറിഷ് വ്യൂ ആവുന്നില്ല, ബുള്ളിഷ് വ്യൂ ആയിട്ട് തന്നെ നിന്നോട്ടെ. അത് നമുക്ക് ഇവിടെ ബുള്ളിഷ് വ്യൂ ചെയ്യും. ഇതൊരു മൈനർ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ലെറ്റ്സ് കീപ് നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാം. റൈറ്റ്, ബാലൻസ് നമുക്ക് നോക്കാം. നാളെ ലൈവ് സെഷനിൽ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്താണ് കാണാൻ കഴിയുക? ടോപ്പിൽ നിന്ന് നല്ലൊരു ബെയറിഷ് റിവേഴ്സൽ നമുക്ക് ഒരു പുഷ് ഡൗൺ നമുക്ക് വരുന്നുണ്ട്. ഫൈൻ, ബട്ട് നോ പ്രോബ്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാതെ എന്തായാലും അത് ഡൊമിനേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ 62 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് എന്തായാലും നമുക്ക് നിഫ്റ്റിയെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നിഫ്റ്റിയുടെ വ്യൂ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ചാർട്ട്സ് ഡയറക്ട്ലി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മളുടെ ടാർഗറ്റ് 1, ടാർഗറ്റ് 2 ആൻഡ് ടാർഗറ്റ് 3 എന്ന് നമുക്ക് ബേസിക്കലി പറയാനായിട്ട് കഴിയുന്നത്. ഗുഡ്, ഫൈൻ. വിത്ത് നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി അല്ലെ. നിഫ്റ്റി ബാങ്കിന് അത്യാവശ്യം റാലി ഉണ്ട് ഇനി. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെയിം പ്രോസസ്സ് നോക്കുക. ഇവിടെ ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ റൈറ്റ്, നമുക്കിതിനെ ബുള്ളിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സെയിം സ്ട്രക്ചർ ആണ്, ഓൾമോസ്റ്റ് ലൈക്ക് പോസിറ്റീവ് കോറിലേഷൻ ആണ് പോകുന്നത്. ഇന്ന് ഗോപൻ നായർ ലൈവിൽ വന്ന ഒരാള് പോസിറ്റീവ് ക്രോസ് ഓവർ എടുത്ത് തന്നെ പറഞ്ഞു. ഞാൻ ടെക്നിക്കൽ ടൈംസ് മജോറിറ്റി ടൈം യൂസ് ചെയ്യാത്തതാണ്. കാരണം നമ്മുടെ ലൈവിൽ തന്നെ അറിയാവുന്നവർ വരുന്നുണ്ട്, ഒട്ടും തന്നെ അറിയാത്തവരും വരുന്നുണ്ട്. ലൈക്ക് പല സ്റ്റേജസിൽ നിൽക്കുന്നവർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ടെക്നിക്കൽ ടൈംസ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ബട്ട് എന്നാൽ ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേഴ്സണലി ഹാപ്പി. അതായത് അത്യാവശ്യം നോളജ് ഉള്ളവരും തീർച്ചയായിട്ടും ലൈവിൽ വന്ന് നിന്ന് ലൈക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ എന്നതില്ല. സോ ഹിയർ ഇതാണ് നമുക്ക് ബുള്ളിഷ് ഇവിടുന്ന് കീപ്പ് ചെയ്യുന്നത്. ഇതൊരു മൈനർ റെസിസ്റ്റൻസ് ആയിരിക്കും. 45,626 എന്ന് പറയുന്നത് ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്, ബട്ട് കോറിലേഷൻ കാരണം നമുക്ക് അത്യാവശ്യം ഡേറ്റ കിട്ടുന്നതായിരിക്കും അതിൽ. ഫൈൻ, ഇത് നമുക്കൊരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഇതിനെ നമുക്ക് ടാർഗറ്റ് ആക്കുകയും ചെയ്യാം. ഫൈൻ, ഇതിനെ നമുക്ക് ടാർഗറ്റ് ആക്കുകയും ചെയ്യാം. മൈറ്റ് ബി നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഈ സെർട്ടൻ ലെവൽസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന അനുസരിച്ച് മാത്രം നമുക്ക് ചെയ്താൽ മതി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെഷൻസിലാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ഒരു കുറവ് തോന്നുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആയിരുന്നാൽ ഇതുകൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് കമന്റ്സിൽ അറിയിക്കുക. അതിപ്പോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ നമുക്കിത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കുറെ അധികം ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. റൈറ്റ്, സോ ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക്. അപ്പൊ ഫിൻ നിഫ്റ്റിയിലോ നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ്, അതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി ഇന്ന് നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു, വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. സോ നമുക്ക് ഫ്രം ഹിയർ ലൈക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് 20,324 അബോവ് നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. നാളെ ലൈവ് 9 മണി മുതൽ 3:30 വരെയുണ്ട്. മൈറ്റ് ബി 9:15 ആവും തുടങ്ങുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോ നമുക്ക് ഈ ലെവലിനെ കൺസിഡർ ചെയ്യുകയും ഇനി ഇവിടെ മതി ടാർഗറ്റ്. ഇതൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മൈനർ റെസിസ്റ്റൻസ് ഇടയ്ക്ക് ഫേസ് ചെയ്യുമെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അതിനെ നെഗ്ലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. റൈറ്റ്, അതിനെ നെഗ്ലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ലെവൽസ് ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ വെച്ചേക്കാം, ഇച്ചിരൂടെ ബെറ്റർ ആയിട്ടത്. ഇവിടെ ഒരു ടാർഗറ്റും ഇതൊരു ടാർഗറ്റും ആ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. റൈറ്റ്, ടാർഗറ്റ് 1, പിന്നെ ബാക്കിയുള്ള റാലി നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഇത്രയും മാത്രമാണ് ബേസിക്കലി പറയാനുള്ളത്. നാളെ നമ്മൾ ബുള്ളിഷ് ആണ്, നമുക്ക് വേറെ മാറ്റമൊന്നുമില്ല, ബെയറിഷ് ഒന്നും ആയിട്ടില്ല. മാർക്കറ്റ് ഇത്രയും മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇനി താഴത്തേക്ക് വരുമെന്നൊരു എക്സ്പെക്ടേഷൻ ആരും നിൽക്കരുത്. റൈറ്റ്,
സോ നമുക്ക് ഇത് മനസ്സിലാക്കി തന്നെ ഫോർവേഡ് പോവാം. വ്യൂ ബുള്ളിഷ് ആണ്. സോ അപ്പൊ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ടെലഗ്രാം കമ്മ്യൂണിറ്റി, നമ്മളുടെ ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പേരിൽ കുറച്ചധികം ഫേക്ക് ചാനൽസ് ഇൻ ടെലഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. റൈറ്റ്, നമ്മളുടെ ജെന്യൂൺ ലിങ്ക്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് മാത്രമല്ല 7012457522 ദെൻ സബ്ബായിട്ട് വേറെ നമ്പറുണ്ട്, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ 2 നമ്പേഴ്സിൽ നിന്നല്ലാതെ ആരും തന്നെ നിങ്ങൾ ട്രേഡ്മാർക്ക് അക്കാഡമിയിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയില്ല. അത് മാത്രമല്ല, ലൈക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, 2000 ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 4000 ആക്കി തരാം, ഇല്ല 5000 ആക്കി തരാം എന്ന് പറഞ്ഞ് ആരും തന്നെ ഇവിടുന്ന് കോൾ ചെയ്യുന്നതായിരിക്കില്ല, ഇല്ല ആരും തന്നെ മെസ്സേജ് വായിക്കുന്നതായിരിക്കില്ല. സോ അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല, പോസിബിൾ അല്ല. സ്കാമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്. സോ സീ യു ദേർ ടുമാറോ ലൈവില്. ബൈ.